ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗീതുവും ഗോവിന്ദനും റൂമിലിരിക്കുന്നു. അപ്പോൾ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നു. ഗീതു എക്സസൈസ് ചെയ്യുന്നു. ഈ സമയത്ത് എന്നോടാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. കണ്ടേണ്ട ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നിർബന്ധിക്കും. എൻ്റെ ഗീതു എന്നെ ഇന്നൊന്ന് വെറുതെ വിടാൻ പറഞ്ഞു. പറ്റില്ല ഇപ്പം തന്നെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നിന്ന് ചെയ്യുമ്പോഴാണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതേ ഗീതുവിനെ അന്വേഷിച്ച ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രസിഡന്റിനെ അന്വേഷിച്ച ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രസിഡന്റോ? ഏത് പ്രസിഡന്റ്? അപ്പോൾ ഗോവിന്ദ ചോദിച്ചു, നീയല്ലേ പുതിയ പ്രസിഡന്റ്? നിന്നെ മുഖം കാണിക്കാൻ വന്നതായിരിക്കുമെന്ന് പറഞ്ഞപ്പം ഗീതുവിന് നേരത്തെ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തിരുന്നില്ലേ, അന്നത് നടക്കാത്തത് കൊണ്ട് നേരിട്ട് വന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അത് പറ എന്നും പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, എന്നെ ഇവിടെ വന്ന് എന്തിനാ അവർ ആദരിക്കുന്നത്? അതിൻ്റെ പിടുത്തം എനിക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. പിന്നെ രാഹുകാലത്തിന് മുൻപ് പൊന്നാട അണിയിക്കണമെന്ന് പറയുന്നത് കേട്ടു. അവരെല്ലാവരും നിന്നെ കാത്തു നിൽക്കുക, നീ വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായി കിട്ടുന്ന ആദരവല്ല ഗീതു, അതും വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതല്ലേ, നീ ഐശ്വര്യമായിട്ട് പോയി വാങ്ങിക്കാൻ പറഞ്ഞ് ഗീതുവിനെ ഗോവിന്ദൻ പറഞ്ഞു വിടുക. അപ്പോൾ രഘിച്ച് വാ, എന്താ പരിപാടി ആദ്യം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോകുമ്പോൾ, ഈ വേഷത്തിലോ? പോയി ഡ്രസ്സ് മാറി നല്ല സ്റ്റൈലായിട്ട് വേണം അവരുടെ മുന്നിലേക്ക് ചെല്ലാനെന്ന് രേഖ പറഞ്ഞപ്പോൾ, അത് ശരിയാ ഗീതു, അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇങ്ങനെ മുഷിഞ്ഞ് തളർന്ന വേഷത്തിൽ ചെല്ലുന്നത് തീരെ ശരിയല്ല, നീ വേഗം ഡ്രസ്സ് മാറാൻ പറഞ്ഞ് അങ്ങനെ ഗീതുവിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഗോവിന്ദൻ അങ്ങ് പോയി. അതെ, പൊന്നാട എണീക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖം നീ ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അമ്മ അവരെ എല്ലാവരും അടിച്ചിറക്കുമെന്നാ. ഏതായാലും അസോസിയേഷൻ്റെ ആൾക്കാരല്ലാതെ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു ഗീതു. ഇല്ല, നീ ആരെയും ഉദ്ദേശിച്ചു എന്ന് ചോദിച്ചു രേഖ. എന്നെ പൊന്നാട അണിയിക്കുമെന്ന് വിജയലക്ഷ്മി മാഡം ഉറപ്പ് തന്നതായിരുന്നു. അത് ഫംഗ്ഷനിൽ വെച്ചല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ളവരുമായി ആ സ്ത്രീക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാൽ അവർ വരില്ല എന്നുള്ള കാര്യം രേഖയും ഗീതുവിനോട് പറഞ്ഞു. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം റെഡിയാകാൻ പറഞ്ഞ് രേഖ ഗീതുവിനോട് പറയാം. എന്നിട്ട് ഗീതു ഒരുങ്ങാനായിട്ട് പോണു. ഈ സമയത്ത് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നു. രാധിക അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇങ്ങനെ ചെവിയിൽ ഡ്രൈവറോട് പറയണം, അതെ മാമിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യമൊന്നും ഇവിടെ നടക്കുന്നത്, മാമിക്ക് ഭയങ്കരമായ ദേഷ്യം, അതുകൊണ്ട് കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാനെന്തെങ്കിലും പറഞ്ഞിട്ട് വേണം നിനക്ക് അതേപടി ചെന്ന് രാധികം എടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാനല്ലേ, കൊള്ളാമല്ലോ എന്ന് ഷിബു അന്നേരം കാഞ്ചനയോട് പറഞ്ഞ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ സപ്പോർട്ടാണ് ഗീതാഞ്ജലിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വേണ്ടേ പിന്തുണയൊക്കെ കൊടുക്കാനെന്ന് ചോദിച്ച് ഗോവിന്ദനും അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ രാധികാമ്മയ്ക്ക് ഇത്രയും സ്ട്രോങ് ആയൊരു ലേഡി ആകാനുള്ള കാരണം വരെ നമ്മുടെ ഗോവിന്ദൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടൻ തട്ടി വിടുക കേട്ടോ. പിന്നെ രാധികാമ്മയോട് എന്ത് പറഞ്ഞാലും മതി, ഇപ്പം സ്പോട്ടിൽ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡയലോഗുകൾക്ക് ഒരു പഞ്ഞുമില്ലാതെ പറയണു. ഗോവിന്ദൻ കുഞ്ഞാണെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ് ഗീതു കുഞ്ഞിന്. അങ്ങനെ ഗീതുവിനെ അങ്ങ് ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ്, ഒരു ദിവസം നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് നിൽക്കണം, എങ്കിലേ ഇവിടുത്തെ സന്തോഷവും കളിചിരിയും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു രാധികാമ്മയാക്കി നമ്മുടെ ഗീതുവിനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് രാധികാമ്മയുടെയും അതുപോലെ ഗോവിന്ദൻ കുഞ്ഞിൻ്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞൊക്കെ അയ്യപ്പേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു സംസാരമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഗീതുവിൻ്റെ ആക്സിഡൻറ്റിനെ പറ്റിയും ഒക്കെ അവരവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് നമ്മുടെ ഗീതു നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നു. ആ വരുന്ന ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധിക ഇങ്ങനെ തലയെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുക, ഞെട്ടിപ്പോയി. ഗീതു അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇറങ്ങി വരുന്നു. ഗോവിന്ദനും അയ്യപ്പേട്ടനൊക്കെ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. അതായത് പവറായിട്ട് ഗീതു ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴേ. അപ്പം ഗീതു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഗീതാഞ്ജലി മേഡം വന്നല്ലോ, ഇനിയിപ്പോൾ നമുക്ക് മേഡം അവിടെ വന്നൊന്ന് ചോദിക്കാം, വേഗം വിളിച്ചു ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചേച്ചിമാരിങ്ങനെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരെ വിളിക്കാനാണ് പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ കൂടി വരാനുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പൊന്നാട അണിയിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഇന്നടുത്ത് എത്തിയെന്നും പറഞ്ഞു. ശരി, നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാമെന്ന് ഇവർ പറയാം. അപ്പോൾ ഇത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ആരാ വരുന്നതെന്ന്. രേഖ വേഗം ഗീതുവിൻ്റെ ചെവിയിൽ ചോദിച്ചു, ആരാ നിന്നെ പൊന്നാടി എണീക്കാൻ വരണേന്ന്. അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ അയ്യപ്പേട്ടനെ. അപ്പോൾ ഞങ്ങളിതൊരു ഫംഗ്ഷനായിട്ട് നടത്താം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് ഇവിടെ വെച്ചിത് നടത്താമെന്ന് തീരുമാനിച്ചത്. അതേതായാലും നന്നായെന്ന് ഗീതവും പറഞ്ഞു. മുൻ പ്രസിഡന്റിൻ്റെ അനുഗ്രഹം കയ്യോട് വാങ്ങി എനിക്കെൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രാധിക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് അങ്ങ് നിൽക്കുന്നുണ്ട്. വേദനയാണല്ലോ. അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും വരുൺ വന്നിട്ട്, അമ്മ ഇപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ ഇവളോടുള്ള അസൂയ കൊണ്ടാണ് പോകുന്നതെന്ന് ഇവരൊക്കെ വിചാരിക്കൊണ്ട് അമ്മ പോകരുതെന്ന് മകൻ വന്ന് ചെവി കടിച്ച് കുറച്ച് പറയുവാണ്. എങ്ങനെയെങ്കിലും അമ്മ ഇരിക്കുക, എന്നിട്ട് പോയാൽ മതിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാധികയാണെന്നുണ്ടെങ്കിലോ ഭയങ്കരമായിട്ട് അങ്ങ് തട്ടി വിടുന്നു. അതായത് മകൻ വന്നു പറഞ്ഞു, ഗീതുവിനെ രണ്ടു വാക്ക് പുകഴ്ത്തി സംസാരിക്കാൻ മകൻ പറഞ്ഞപ്പോഴത്തേക്കും, ഗീതുവിനെ അല്ലെങ്കിലും ഞാൻ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ.
ഗീതുവിനെ പ്രസിഡന്റ് ആക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാ എന്നൊക്കെ പറഞ്ഞ് രാധിക അങ്ങ് പുകഴ്ത്തി പറയുക. അപ്പോഴത്തേക്കും കൈ അടിച്ചു എല്ലാവരും. അപ്പോൾ സന്ദർഭത്തിനൊപ്പം ഭാവം മാറ്റാനും രാധികാമ്മ പഠിച്ചു എന്ന് ഗീതു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഗീതു എന്ന് രാധികാമ്മയുടെ അടുത്തേക്ക് നിന്നു. ഈ അമ്മയ്ക്ക് പിറക്കാതെ പോയ മോളാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു, നീ എൻ്റെ വയറ്റിലാണ് പിറന്നിരുന്നതെങ്കിലേ പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അലസിപ്പിച്ച് കളഞ്ഞേനെന്ന് പതുക്കെ രാധിക പറയാം. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പം മേഡത്തിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. രാധികമ്മയെ പോലെ ഒരു അമ്മായിമ്മയെ കിട്ടിയ ഇത് ഭാഗ്യവതിയാണെന്ന്. ഗോവിന്ദനും ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കാം. എന്തായാലും പൊന്നാട അണിയിക്കുന്ന ആ ഒരു സമയം ആയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വിശിഷ്ട അതിഥിയാണ് ഗീതാഞ്ജലി പൊന്നാട അണിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു ശരി നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാം. ഗീതുവിന് ആള് ആരാന്ന് മനസ്സിലായി. അപ്പോഴേക്കും അവർക്കെല്ലാവർക്കും ചായ കൊടുക്കാനായിട്ട് പറഞ്ഞു നമ്മുടെ രേഖയോട് ഗോവിന്ദൻ. അപ്പോൾ ചായ എടുക്കാൻ പോയി. പിന്നെ അയ്യപ്പേട്ടൻ അപ്പുറം മാറി നിന്ന് ഫോൺ വിളിക്കും. അപ്പോൾ അയ്യപ്പേട്ടൻ ആരോ ഫോണിൽ വിളിച്ചു. അങ്ങനെ അയ്യപ്പേട്ടൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വണ്ടി വരുന്നതും ആ വണ്ടിയിൽ നിന്ന് ആ വിശിഷ്ട അതിഥി ഇറങ്ങുന്നതും. ഈ അതിഥിയെ കണ്ടപ്പോഴേക്കും അയ്യപ്പേട്ടൻ ഞെട്ടിപ്പോയി. അയ്യപ്പേട്ടൻ അന്താളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇറങ്ങി വന്ന് നിൽക്കുന്ന ആ ഒരു നിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമോ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടുള്ള വന്ന നിൽപ്പൊക്കെയാണ് മേഡം. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ നിന്ന് ഓടി ഇതെല്ലാം പറയാനായിട്ട്. അയ്യപ്പേട്ടൻ ഇങ്ങനെ അവിടെ നിന്ന് ഓടി ചെന്ന് ഗോവിന്ദ കുഞ്ഞിനോട് പറയാം. അപ്പോൾ അവിടെ വന്നു ആ പടി ചവിട്ടാനായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് മേഡം പടി ചവിട്ടുന്നത്. വലതുകാല് വെച്ച് ആ പടി ചവിട്ടി മേഡം കയറുന്നു. ആരും പ്രതീക്ഷിക്കാതെ മേഡം ആ വീടിൻ്റെ അകത്തേക്ക് എത്തുന്നു. അപ്പോൾ ഗോവിന്ദ കുഞ്ഞേ ഓടിവായോ എന്നും പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഓടിച്ചെന്നു. കുഞ്ഞൊന്നിങ്ങ് വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നു. എന്താ അയ്യപ്പേട്ട എന്താന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിവിടെ നിൽക്കേണ്ട, കുഞ്ഞ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. അതിനിപ്പോൾ ഇവിടെ എത്ര പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. പ്രശ്നമാണ്, ഇനി കൂടുതൽ പ്രശ്നമാകാതിരിക്കാനാ കുഞ്ഞെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറയാൻ പറഞ്ഞു. അത് അവരിങ്ങോട്ട് വരുന്നുണ്ട്. ആര് വന്നു എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. നോക്കിയപ്പോൾ നമ്മുടെ മേഡത്തിനെ കണ്ടപ്പോൾ ഇരുന്നിടത്ത് നിന്ന് രാധികയുടെ നടുവേദനയ്ക്ക് എതിരെ പോയെന്നറിയത്തില്ല ചാടി എഴുന്നേറ്റു. മേഡത്തെ കണ്ടപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അതുപോലെ തന്നെ രാധികാമ്മയും വളരെ സന്തോഷത്തോടെ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നവർ പറഞ്ഞു ഈ വരുന്ന ആളാണ് നമ്മുടെ പുതിയ പ്രസിഡന്റിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതെന്ന്. അപ്പോൾ ഈശ്വര ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന നേരത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കാനും കേൾപ്പിക്കാനൊക്കെ തുടങ്ങി. ഷിബു ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുമോ ഇത് എന്താ ഇത് ആരാ എന്നൊക്കെ ഉള്ളത് ഒന്ന് മിണ്ടാതിരിക്കുക കാഞ്ചനയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രാധികയുടെ പിടിവിട്ടു. അതുപോലെ തന്നെ ഗോവിന്ദൻ്റെയും വിട്ടു. ഗോവിന്ദൻ ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും കുഞ്ഞങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞ് പിടിച്ചു നിർത്താനായിട്ട് നോക്കുവാണ് അയ്യപ്പേട്ടൻ. അങ്ങനെ എന്തായാലും നമ്മുടെ മേഡം അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു നമ്മുടെ പുതിയ പ്രസിഡന്റായ ഗീതാഞ്ജലിയെ പൊന്നാട അണിയിക്കാൻ ഇവിടെ തന്നെ വന്ന് ചെയ്യണമെന്ന് മേഡമാണ് പറഞ്ഞതെന്ന്. രാധിക ഒന്നും മിണ്ടുന്നില്ല. രാധികയ്ക്ക് പേടിയായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ വരുൺ നോക്കുക. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് വരുണിനും അറിയത്തില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോട്ടം. അപ്പം എന്നാൽ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ചടങ്ങ് നടക്കട്ടെ അല്ലേ രാധികമ്മ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ രാധികയോട് ചോദിച്ചു. രാധിക ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതുവിൻ്റെ നേരെ മേഡം ഇങ്ങനെ പിരുകം പൊക്കി കാണിച്ചു. സൂപ്പറല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് സൂപ്പറാന്ന് നമ്മുടെ ഗീതുവും പറഞ്ഞു. പിന്നെ അവിടെ രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ പൊന്നാട അണിയിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ മേഡം വന്ന് കയറി ശരിക്കും അവിടെ തൂത്ത് വാരിയിട്ട് അങ്ങ് പോകുന്നത്. മേഡം മരുമകൾക്ക് കിട്ടുന്ന അംഗീകാരമല്ലേ ഒപ്പം നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് രാധികയെ പിടിച്ച് അടുത്ത് നിർത്താനൊക്കെ ആയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കളികളാണ്. രാധികയ്ക്ക് ഒന്നും പാടില്ല. രാധിക എന്നിട്ട് ഇഷ്ടത്തോടെ അല്ലാതെ വന്ന് നിൽക്കുവാണ്. അപ്പം മറ്റുള്ളവരെല്ലാവരും കാണണം എന്നാൽ ഉള്ളിലെ പക അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ആദരവ് ചടങ്ങിൽ ഗീതാഞ്ജലി ഇവിടെ വന്ന് പൊന്നാട അണിയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദനെ ഇവർ വിളിച്ചു. അപ്പോൾ ഈ ഒരു പൊന്നാട അണിയിക്കൽ ചടങ്ങിൽ ഏജിയൻ ഗ്രൂപ്പ് ചെയർമാൻ്റെ ആവശ്യമില്ല എന്ന് മേഡം പറഞ്ഞു. അതിൽ രാധിക മാത്രം മതിയെന്ന്. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നു. അതുപോലെ നമ്മുടെ രേഖ ഭയങ്കര ഒച്ചയ്ക്കാണ് കൈയടിക്കുന്നത്. അപ്പോഴത്തേക്കും വരുണിന് ഭയങ്കര ദേഷ്യം. വരുൺ ചെന്നൊരു ഇങ്ങനെ പല്ല് ഇറമി ഭയങ്കര ദേഷ്യത്തോടു കൂടി രേഖയെ നോക്കുക. രേഖയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. രേഖയുടെ കാര്യം നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുന്നു. കാഞ്ചനയാണെങ്കിൽ അവിടെ കിടന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അപ്പോൾ രേഖയാണെങ്കിൽ എല്ലാവർക്കും ചായ എടുത്തു. അപ്പോൾ മേഡം ചായ കുടിക്കാനൊന്നും നിന്നില്ല. മേഡം പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അയ്യപ്പ എന്നും പറഞ്ഞൊരു വിളി. അയ്യപ്പൻ എന്നും പറഞ്ഞ തലയാട്ടി അങ്ങ് പോണു. ഗീതുവിന് അന്നേരം എന്തൊക്കെയോ മനസ്സിലായി. മേഡം വന്നതുപോലെ തന്നെ ഇറങ്ങി പോവുക. അപ്പോഴേക്കും നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ മേഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നെ തടയാനുള്ള ആ ഒരു ധൈര്യമൊക്കെ അയ്യപ്പേട്ടനായോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടനൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. രാധിക അന്നേരം പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. രാധികയ്ക്ക് വേണ്ടിയാണ് പിടിച്ചു നിർത്തിയത്. ഗീതുവും പിന്നാലെ വന്നു. ഗീതു പിന്നാലെ വന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. രാധിക വന്നിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഈ സമയം
എല്ലാവരും ഇവിടെ തന്നെ നിന്നാൽ മതി, എങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞ് അയ്യപ്പേട്ടൻ അവരെ അവിടെ പിടിച്ച് തീർത്തു കേട്ടോ. ഇവർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാതിരിക്കണം. അപ്പോൾ ഗീതു ഞാൻ മേഡത്തെ പറഞ്ഞു വിടട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞു വേണ്ട, കുഞ്ഞിനോടല്ലേ പോകരുതെന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അയ്യപ്പേട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഗീതുവും പേടിച്ചു പോയിട്ട് എന്താ സംഭവം എന്ന് ഓർത്തെ. അത് കഴിഞ്ഞപ്പോൾ രാധികാമ്മയും അതുപോലെ തന്നെ നമ്മുടെ മേഡവും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം. അറയ്ക്കൽ കുടുംബത്തിലെ ഒരംഗത്തിനെ ആദരിക്കാൻ വേണ്ടി വന്നതാ, നിന്നെ കാണാൻ വന്നതല്ല എന്ന് പറഞ്ഞു. അത് നീ കണ്ടില്ലെന്ന് ചോദിച്ചു. ഇവിടുന്ന് ഏത് നിമിഷവും പടി ഇറങ്ങി പോകേണ്ടവളെ ഈ കുടുംബത്തിലെ അംഗമല്ല എന്ന് രാധിക പറഞ്ഞപ്പോൾ മേഡം ഒന്ന് ചിരിച്ചു. നാടറിഞ്ഞ് ഗോവിന്ദൻ വിവാഹം കഴിച്ച പെണ്ണല്ലേ ഗീതു? എനിക്കും കിട്ടിയിരുന്നു വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാധിക ഞെട്ടി. ഇങ്ങനെ നോക്കുവാട്ടോ. നിയമപരമായി ഗോവിന്ദൻ മാധവന്റെ ഭാര്യയായ ഗീതാഞ്ജലിക്ക് നിന്നേക്കാളും പവറും അധികാരവും ഈ കുടുംബത്തിൽ ഉണ്ടെന്നുള്ള കാര്യവും നമ്മുടെ മേഡം രാധികയോട് പറഞ്ഞു. എന്നും പറഞ്ഞ് നിൽക്കുമോ രാധിക. അവള് നിന്നെ ഇറക്കി വിടാതെ നീ സൂക്ഷിച്ചോളാനും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധിക, നിങ്ങളാണ് അവളെ എനിക്കെതിരെ ഇളക്കി വിടുന്നതെന്നൊക്കെ എനിക്കറിയാം. ഇപ്പം ഇവിടേക്ക് വന്നതും എന്നെ തളർത്താൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മേഡം അങ്ങ് പറഞ്ഞു. നിന്നെ തളർത്താനും തകർക്കാനും ഞാൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് നീ വിചാരിക്കേ വേണ്ടാന്നും പറഞ്ഞു. ഇങ്ങനെ ആയിരിക്കില്ലെന്നും ഞാൻ ഇപ്പോൾ വന്നത് നിനക്കുമേൽ മത്സരിച്ച് ജയിച്ച ഗീതാഞ്ജലിക്ക് പൊന്നാടി അണിയിക്കാനാണ്. എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന മേഡത്തെ നിൽക്കോ എന്നും പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തി രാധിക. ദേഷ്യവും വാശിയും മനസ്സിൽ ഒതുപ്പിച്ചിട്ട് മയത്തിൽ സംസാരിക്കാൻ എന്തായാലും എനിക്കറിയില്ലെന്ന് പറഞ്ഞു രാധിക. പറയാനുള്ളത് വിളിച്ചു പറയും, അതാണ് എൻ്റെ ശീലം. അല്ലാതെ നിന്നെപ്പോലെ ഒളിപ്പോര് നടത്തി കുടുംബം തകർക്കാൻ ശ്രമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പം നീ തകർത്ത കുടുംബങ്ങളുടെയും അതിലെ ജീവിതങ്ങളുടെയും കണക്ക് നീ മറന്നുപോയോടി? നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. രാധിക മിണ്ടുന്നില്ല. അതൊക്കെ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നും മേഡം പറഞ്ഞു. അപ്പം താനി ഭൂലോക തോൽവിയായിരുന്നു രാധിക എന്ന് പുറത്തു വരുന്നു. ഞാൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ നീ മണ്ണിൽ ചവിട്ടി നിൽക്കില്ലെന്നും ഭൂമി പിളർന്ന് നീ താഴേക്ക് പോവുകയുള്ളൂ എന്ന് മേഡം പറയുന്നിടത്ത് രാധിക തീർന്നു നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ ഉശിരൻ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നന്ദി.